തൃശൂർ വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്താൻ പോലീസിന്റെയും വനംവകുപ്പിന്റെയും സംയുക്ത ദൗത്യം 15 പേരടങ്ങുന്ന 7 സംഘങ്ങളായാണ് ശാസ്താംപൂവം കോളനിക്ക് സമീപം തെരച്ചിൽ നടക്കുന്നത്. കോളനിയിലെ 2 കുട്ടികളെയാണ് ദിവസങ്ങൾക്ക് മുൻപ് കാണാതായത്. സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ തെരച്ചിൽ എങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? ഉന്മേഷ്, നിലവിൽ ഈ സംഘമുള്ളത് ഉൾവനത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പ്രതിനിധി ഉൾപ്പെടെ ഈ വനമേഖലയിൽ തമ്പടിക്കുന്നുണ്ട്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നിലവിൽ ഈ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സബ് കളക്ടറാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. MLA യും അതായത് സ്ഥലം MLA രാമേന്ദ്രൻ അടക്കമുള്ളവർ അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2-ാം തീയതിയാണ് ഈ 2 കുട്ടികളെ ഈ ശാസ്താംപൂവം കോളനിയിൽ നിന്ന് കാണാതാകുന്നത്. ഇവർ ആദ്യം കരുതിയത്, ഈ കുട്ടികളുടെ രക്ഷിതാക്കളടക്കം കരുതിയത് ബന്ധുവീട്ടിലേക്ക് ഈ കുട്ടികൾ പോയി എന്നുള്ളതായിരുന്നു ഒരു വിലയിരുത്തൽ. പക്ഷേ 2 ദിവസം കഴിഞ്ഞും ഈ കുട്ടികളെ കാണാതിരുന്നതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഈ ബന്ധുക്കൾ മറ്റ് വീടുകളിലെത്തി അന്വേഷിക്കുന്നത്. ആ സമയത്ത് കുട്ടികൾ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ രാവിലെയോടുകൂടി വെള്ളിക്കുളങ്ങര പോലീസിന് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വെള്ളിക്കുളങ്ങര പോലീസും വനംവകുപ്പും ഇന്നലെ വലിയ രീതിയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ കുട്ടികളെ കണ്ടെത്താനായില്ല. പക്ഷേ വനത്തിനകത്ത് കുട്ടികൾ കയറി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സംയുക്ത ദൗത്യത്തിലേക്ക് ഇപ്പോൾ ഈ പോലീസും വനംവകുപ്പും കടന്നിരിക്കുന്നത്. 15 പേരടങ്ങുന്ന 7 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ വനത്തിനകത്ത് തിരച്ചിൽ നടത്തുന്നത്. 7 സംഘവും 7 മേഖലകളിൽ നിന്ന് തിരിഞ്ഞ് വനത്തിനകത്ത് ഒരു പോയിന്റിൽ ഒരേ സമയം എത്തുന്ന തരത്തിലാണ് ഈ ദൗത്യം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിൽ വ്യാപകമായ ഒരു തിരച്ചിൽ ഈ വനത്തിനകത്ത് നടത്തുന്നു. ഏതെങ്കിലും കാഷ്വാലിറ്റിയോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായാൽ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പിന്റെ അടക്കമുള്ള വിദഗ്ധ സംഘം ഈ വനത്തിന് പുറത്ത് തമ്പടിച്ചിട്ടുമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റിയോ മറ്റ് സംഭവങ്ങളോ ഉണ്ടായാൽ അപ്പോൾ തന്നെ അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നിലവിൽ ഈ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് ഈ ദൗത്യം പുരോഗമിക്കുന്നത്. കുട്ടികളെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ഈ സംഘമുള്ളത്. ഉന്മേഷ്.